പ്രോബ്ലംസ് ഓൺ വേവ് ഇക്വേഷനിലെ സെക്കൻഡ് പ്രോബ്ലം ആണ് ഇവിടെ. അപ്പോൾ കേസ് 1 പ്രോബ്ലം തന്നെയാണ്. ബൗണ്ടറി കണ്ടീഷൻസ്, അതായത് എൻ പോയിൻറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് സീറോ ടെമ്പറേച്ചർ ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ പോയിൻറ്റ്സ് ആർ മെയിൻറ്റൈൻഡ് അറ്റ് സീറോ ടെമ്പറേച്ചർ. ലെങ്ത് 2 മീറ്റർ ആണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ f(x) തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സിംഗിൾ ഫംഗ്ഷനാണ്, അതുകൊണ്ട് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റേഷനൊന്നും ആവശ്യമില്ല. അതുപോലെ പോളിനോമിയൽ തന്നെയാണ്, ട്രിഗണോമെട്രി ഒന്നുമല്ല. ഇൻ്റഗ്രേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഇക്വേഷൻ എഴുതുന്നു. ബൗണ്ടറി കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻസ്, ദെൻ കോമൺ സ്റ്റെപ്സ്. C1 0 കിട്ടുന്നത്, പിയുടെ വാല്യൂ കിട്ടുന്നത്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. കോമൺ സ്റ്റെപ്സ് ഒക്കെ എഴുതി കഴിഞ്ഞ് u(x)t എൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് എഴുതുക. അവിടെ f(x) നമുക്ക് തന്നിട്ടുണ്ട്. ആ f(x) എടുത്ത് എഴുതി. എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇൻ്റഗ്രേഷനാണ്. ഇപ്പോൾ ക്രോണക്കേഴ്സ് റൂളാണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് തേർഡ്, അങ്ങനെ എക്സെട്ര. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം കോൺസ്റ്റൻറ്റ് വരുന്നത് വരെ. അതിൻ്റെ റീസൺ ഇതാണ്, അത് കഴിഞ്ഞ് അതിന് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 0 ആണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് വരുന്ന വരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡിഗ്രി, പോളിനോമിയലിൻ്റെ ഡിഗ്രി, മാക്സിമം പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയറാണ്, x² ആണ് മാക്സിമം. അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ ഇൻ്റഗ്രേഷനിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സ് ഉള്ളെങ്കിൽ 2 സ്റ്റെപ്പ് ഉണ്ടാവുക, x² ഉണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് ഉണ്ടാവും, x³ ഉണ്ടെങ്കിൽ 4 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം 3 വരെ, ഡിഗ്രി 3 വരെ ചോദിക്കുക. x³ വരെ മാക്സിമം ചോദിക്കുള്ളൂ. 7 മാർക്കായുള്ള വെയിറ്റേജ്, അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിക്കില്ല. പിന്നെ ഇവിടെ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ അല്ലാത്ത കൊണ്ട് സൈൻ വരുന്ന ടേംസിനൊന്നും ലിമിറ്റ് കൊടുക്കേണ്ട, അതൊക്കെ 0 ആയിരിക്കും. അങ്ങനെ വരുന്ന ടേംസ് ജസ്റ്റ് എഴുതി 0 എന്നിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ ക്രോണക്കേഴ്സ് റൂൾ യൂസ് ചെയ്യാൻ ഫസ്റ്റ് ഇൻറ്റു സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ബ്രാക്കറ്റിൻ്റെ ഇൻ്റഗ്രൽ, വീണ്ടും ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ബ്രാക്കറ്റിൻ്റെ ഇൻ്റഗ്രൽ. 3 ടൈം ഉണ്ടാവുക, കാരണം സെക്കൻഡ് ഡിഗ്രിയാണ്, സ്ക്വയറാണ് വരുന്നത്. 3 ടൈംസാണ് ഉണ്ടായിരിക്കുക. ഇനി സൈൻ വരുന്ന ഈ ടൈം 0 ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ ലിമിറ്റ് നോക്കി നോക്കൂ. 2 കൊടുക്കുമ്പോൾ അത് കോസ് വരുന്ന എല്ലായിടത്തും ലിമിറ്റ് കൊടുക്കണം. ചിലത് 0 വരാമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം 0 ആണ് വരുന്നത്. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 4 - 2² 4 4 - 4 0 വരും. അപ്പർ ലിമിറ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ 2x - x² വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം 0 ആണ്. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാലും 0 - 0 ആണ് വരിക, അതും 0. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 വരും. സെക്കൻഡ് ടൈം സൈൻ വരുന്ന കാരണം അത് ഓൾറെഡി 0 ആണ്. സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ 0 ആയിക്കോണമെന്നില്ല, സൈൻ്റെ വാല്യൂ കൊടുക്കണം. സിംഗിൾ ഫംഗ്ഷൻ ആണെങ്കിൽ സൈൻ വരുന്ന ടൈംസ് ഒക്കെ 0 ആയിരിക്കും. ദെൻ തേർഡ് ടൈമിൽ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് ലിമിറ്റ് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ഞാൻ തേർഡ് ടൈമിൻ്റെ ലിമിറ്റ് കൊടുത്തിട്ട് ആൻസറിലേക്ക് എത്തിക്കുക വേണ്ടൂ. അപ്പോൾ ഫസ്റ്റ് 2 ടൈമിൻ്റെയും 0 ആണ്. ദെൻ സൈൻ വരുന്ന 2ൻ്റെയും വാല്യൂ 0 ആണ്. കോസ് വരുന്ന 2 വാല്യൂസിൻ്റെ ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. കോസ് nπ എന്ന് പറയുന്നത് -1/n ആണ്. അതുപോലെ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് അവിടെ 2 എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. n³ π³/8 രണ്ടിനും കോമൺ ആണ്. അത് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ /8 റെസിപ്രോക്കൽ ന്യൂമറേറ്ററിലേക്കാണ് പോവുക. അപ്പോൾ 1600 ഡിവൈഡ് ബൈ n³ π³ ഇൻറ്റു 1 - 1/n. ഇതാണ് എയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? u(x)യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നോക്കുക, ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പിൽ നോക്കുക. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ nπ/2 ആണ് വന്നത്. ദെൻ സെക്കൻഡ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ nπ/2 സ്ക്വയർ വരും. അതാണ് n² π²/4 വരുന്നത്. ഓൾറെഡി ഇവിടെ ഒരെണ്ണമുണ്ട്, സെക്കൻഡിൻ്റെയും കൂടി ആകുമ്പോൾ സ്ക്വയർ വരും. തേർഡ് ഇൻ്റഗ്രൽ വരുമ്പോൾ അത് ക്യൂബ് ആവും. n³ π³/2³ 8. അപ്പോൾ ഇൻ്റഗ്രേഷൻ അതേപോലെ നോക്കുക. ക്ലിയർ ആണ്. ഇൻ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക, എൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ.